ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരിയുടെ എൻഗേജ്മെൻ്റ് ഉണ്ട്. സോ കറുകുറ്റി പള്ളിയിൽ വെച്ചാണ് പരിപാടി. സോ അങ്ങോട്ടേക്ക് പോകാം. അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഗൈസ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിപ്പിക്കും. പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ നടുവിൽ നിൽക്കുന്നതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. സോ അങ്ങനെ പള്ളിയിൽ അവരുടെ ഫോട്ടോ എടുപ്പിന് ശേഷം നമ്മൾ ഹോളിലേക്ക് വന്നു. ഹോളിൽ വന്നപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊന്നും നോക്കിയില്ലേ, ജ്യൂസ് അങ്ങോട്ട് എടുത്ത് കുടിക്കുകയാണ് ഗൈസ്. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം അവരുടെ എൻട്രി ആണ് നിങ്ങൾ ഗൈസ്. അപ്പോൾ അവിടെ എൻട്രിക്ക് വേണ്ടി രണ്ടും കാറ് കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ നടുവിലായിട്ട് ഒരു ടെഡി ഉണ്ടായിരുന്നു ഗൈസ്. നടക്കാൻ പറ്റുന്നതും കൈ വീശാൻ പറ്റുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ കുഞ്ഞി പിള്ളേരൊക്കെ ഫുൾ ടെഡിയിട്ട് പിന്നാലെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ കല്യാണ ചെക്കനും പെണ്ണും അവരെ സ്റ്റേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്റ്റേജിൽ ആങ്കറിങ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തായ അലിനെയാണ്. സോ നിങ്ങൾക്ക് ആങ്കറിങ് പരിപാടികൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അടിപൊളി ആങ്കറാണ്. അപ്പോൾ അതിന് ശേഷം അവയുടെ ഫോട്ടോ സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പയ്യെ അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. ഫുഡ് അടിക്കാൻ വേണ്ടി നമുക്കതേ പാസ്റ്റയുണ്ട്, പയർ തോരനുണ്ട്, ബീഫുണ്ട്, ചിക്കൻ 65 ഉണ്ട്, മീൻ വറ്റിച്ചുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം മാങ്ങക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. അതിനുശേഷം അവളുടെ കസിൻസിൻ്റെ ഭാഗം ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. സോ നിങ്ങളത് കാണുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചു പോയതിന് വഴി നമ്മുടെ അവിടെ ഷൂട്ടിങ് നടക്കണമായിരുന്നു. സോ അതും കണ്ടിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറി. നമ്മളങ്ങനെ കല്യാണത്തിന് പോയിട്ട് വന്നു. സോ നമ്മുടെ കൂടെ കാറ്റിസത്തിൽ നിന്ന് കൂടെ പഠിച്ചത് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള എൻ്റെ കൂട്ടുകാരിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ നമ്മുടെ എൻഗേജ്മെൻറ്റിന് പോയിട്ട് വന്നു. പക്ഷേ എൻഗേജ്മെൻറ്റിന് പോയപ്പോഴാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ചെക്കൻ്റെ അനീതി എൻ്റെ ജൂനിയറായിട്ട് സ്കൂളിൽ പഠിച്ചവളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് എൻ്റെ ചേട്ടനെയാണ് ഇവിടെ കെട്ടിയത്, ഇവിടെ കെട്ടുന്നത്. സോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ പഴയ സ്കൂളിലത്തെ മാത്സ് ടീച്ചറിനെയൊക്കെ കണ്ടു. സോ അങ്ങനെ നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ തന്നെയായിരുന്നു ഫുഡ് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും അടിപൊളിയായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗ്. അപ്പോൾ നാളെ കാണുന്നവരെല്ലാവർക്കും